ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ 45ാമത് അപ്പസ്തോലിക യാത്രയിലെ രണ്ടാം ഭാഗമായ പാപ്പുവ ന്യൂ ഗിനിയയിലെ രണ്ടാം ദിന പരിപാടികളുടെ സംക്ഷിപ്ത വിവരണം കേൾക്കാം. പ്രാർത്ഥനയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ യാത്ര അതിന്റെ ഓരോ നിമിഷവും അനുഗ്രഹങ്ങളുടെ നിറവിലാണ് പൂർത്തിയാക്കപ്പെടുന്നത്. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ദിനം പ്രഭാതത്തിൽ തന്നെ പാപ്പയുടെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചു. സർ ജോൺ എഫ് മൈതാനത്തിൽ നടക്കുന്ന വിശുദ്ധ ബലിയർപ്പണമാണ് അതിൽ ആദ്യത്തേത്. വർണ്ണശബളമായ തനതു വസ്ത്രങ്ങൾ ധരിച്ച ഏകദേശം 35,000-ന് മുകളിൽ അംഗങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ നിരവധി മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നത്. പൊതുഗതാഗത സൗകര്യങ്ങൾ ഏറെ പരിമിതമായ ഒരു രാജ്യത്ത് നിരവധി ആളുകൾ കാൽനടയായി യാത്ര ചെയ്ത് ഈ മഹനീയ നിമിഷങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നത് വ്യതിരിക്തമായ ഒരു വസ്തുതയാണ്. തങ്ങളുടെ വംശത്തിന്റെയും ഗോത്രത്തിന്റെയും പ്രത്യേകതകൾ അതിന്റെ എല്ലാവിധ ലാളിത്യത്തോടെയും നിഷ്കളങ്കതയോടെയും പാപ്പായെ കാണിക്കുവാനും സ്നേഹവായ്പോടെ പാപ്പായോടൊപ്പം ദൈവത്തിന് നന്ദി പറയുവാൻ